സിനിമാ പ്രവർത്തകരുടെ ഇടയിലെ മരണവാർത്ത എല്ലാവരെയും പൊതുവെ ഞെട്ടിക്കാറുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരായിട്ടുള്ള എല്ലാ താരങ്ങളുടെ വാർത്തയും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരുടെ ഇടയിലേക്കും വൈറലാകാറുമുണ്ട്. ഇപ്പോഴിതാ മലയാളികളെ എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം സങ്കടത്തോടെയാണ് ഈ വാർത്ത കാണുകയും ചെയ്യുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു താരത്തിൻ്റെ നഷ്ടവാർത്ത. മലയാള സിനിമയ്ക്ക് തന്നെ ഒരു തീരാ നഷ്ടം. യുവ തിരക്കഥാകൃത്ത് പ്രഫുൽ സുരേഷ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുവ തിരക്കഥാകൃത്ത് അന്തരിച്ചുവെന്നും 39 വയസ്സായിരുന്നു അദ്ദേഹത്തിനെന്നുമാണ് പറയുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കുറച്ചധികം ദിവസങ്ങളായി തന്നെ ചികിത്സയിലായിരുന്നു. നല്ല നിലാവുള്ള രാത്രി എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ്. വയനാട് പഴയ വൈത്തിരി സ്വദേശിയാണ് അദ്ദേഹം. പുതിയ 2 പ്രൊജക്ടുകളുടെ തിരക്കഥയിലായിരുന്നു അദ്ദേഹം. അത് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ വിയോഗം കൂടി സംഭവിച്ചത്. പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു. സെറ്റുകളിൽ വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരോടും വളരെയധികം നല്ല സൗഹൃദമായിരുന്നു. 39 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നല്ല കാലമെല്ലാം സിനിമയിൽ ചിലവഴിച്ചു. അവസാനം കുടുംബത്തിനോടൊപ്പം തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുള്ളൂ. എപ്പോഴും സിനിമയ്ക്ക് പിന്നാലെ തന്നെയായിരുന്നു. സിനിമയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അതാണ് യഥാർത്ഥ വശം. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. യുവ തിരക്കഥാകൃത്ത് പ്രഫുൽ സുരേഷ് അന്തരിച്ച വാർത്ത ഇന്നലെ എല്ലാവരും ഞെട്ടിച്ചിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കവെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. നല്ല നിലാവുള്ള രാത്രി കണ്ടവരാരും അദ്ദേഹത്തെ മറക്കില്ല. പഴയ വൈത്തിരി സുപ്രിയ ഹൗസിൽ പരേതനായ ഡി സുരേഷിൻ്റെയും സുശീലയുടെയും മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മറ്റ് സഹോദരങ്ങളുണ്ട്. പ്രവീൺ സുരേഷ്, പ്രിയങ്ക, പ്രതിഭ എന്നിങ്ങനെയാണ് മറ്റു സഹോദരങ്ങളുടെ പേര്. ഇതിൽ സഹോദരി പ്രിയങ്ക GHS വൈത്തിരിയിലാണ്. പ്രതിഭ എന്ന സഹോദരി വയനാട് കളക്ട്രേറ്റിലും. അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുരൂപ അധ്യാപികയാണ്. കാക്കനാട് GLPS കോഴിക്കോടിലാണ് ഇപ്പോൾ അധ്യാപികയായി ജീവിക്കുന്നത്. വയനാട് പഴയ വൈത്തിരി സ്വദേശി പുതിയ 2 പ്രൊജക്ടുകൾ തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു അദ്ദേഹം. അത് ഗംഭീരമായി പൂർത്തിയാക്കുകയും അദ്ദേഹം എല്ലാവരെയും അത് പറഞ്ഞ് വിസ്മയിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ വിയോഗം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് കിർത്താഡ്സ് ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്ത കേട്ട് ഓരോരുത്തരും ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എത്തുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.